എല്ലാവർക്കും നമസ്കാരം. ഇന്റൽ ലെസണിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് MCQs വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ടോപ്പിക്ക് കവർ ചെയ്തുകൊണ്ടുള്ള MCQs ആണിത്. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം സെറ്റ് ആവും നിങ്ങൾ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം, അധികം നീട്ടുന്നില്ല. ഹാൻഡ് ബുക്ക് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ ഹാൻഡ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മെയിൻലി യൂസ്ഡ് ആസ് എ റെഫറൻസ് ഗൈഡ് ആണ് ആൻസർ അല്ലേ? റെഫറൻസ് ഗൈഡ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഹാൻഡ് ബുക്ക് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ റെഫറൻസ് ഗൈഡ്. ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ഇവാലുവേഷൻ. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഹാൻഡ് ബുക്ക് ഉണ്ട്, പിന്നെ അതേപോലെ സ്കൂൾ ഹാൻഡ് ബുക്ക് ഉണ്ട്. ആ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹാൻഡ് ബുക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ് ഈസി ടു റെഫർ ആയിരിക്കണം. ഈസി ടു റെഫർ. അപ്പോൾ ഷോർട്ട്, കൺസൈസ്, ഈസി ടു റെഫർ, ഇതാണ് ഹാൻഡ് ബുക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബുക്ക് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ റെഫറൻസ് ഗൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശോധഗംഗ ഈസ് എ ഡിജിറ്റൽ റിപ്പോസിറ്ററി ഓഫ്. ശോധഗംഗ കേട്ടിട്ടുണ്ടോ? ശോധഗംഗ ഈസ് എ ഡിജിറ്റൽ റിപ്പോസിറ്ററി ഓഫ്. എന്തിനുള്ളതാണ് ഈ ശോധഗംഗ എന്ന് പറയുന്ന ഒരു ഡേറ്റാ ബേസ് ആണ്. ഇത് റിസർച്ച് തീസിസ് ആൻഡ് ഡെസർട്ടേഷൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിസർച്ച് തീസിസിനും ഡെസർട്ടേഷനുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ശോധഗംഗ എന്ന് പറയുന്നത്. ശോധ എന്ന് പറഞ്ഞാൽ അർത്ഥം, ശോധ മീൻസ് ഇതായിരുന്നു റിവർ. ഓക്കെ, സോറി, റിസർച്ച്. ശോധ മീൻസ് റിസർച്ച്. ഗംഗ സിംബലൈസസ് റിവർ. ഓക്കെ, ഗംഗ സിംബലൈസസ് റിവർ ഓഫ് നോളജ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ശോധം എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച്. ഗംഗ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിവർ ഓഫ് നോളജ്. അതുകൊണ്ട് ശോധഗംഗ എന്ന് പറയുന്നത് റിവർ ഓഫ് റിസർച്ച് നോളജ് എന്നുള്ളതാണ് കേട്ടോ. റിവർ ഓഫ് റിസർച്ച് നോളജ്, ഇതാണ് ശോധഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ റിപ്പോസിറ്ററി ആണെന്ന് ഓർക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിസർച്ച് തീസിസും അതേപോലെ തന്നെ എന്താണ് ഡെസർട്ടേഷൻസും ഒക്കെ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ശോധഗംഗ എന്ന് പറയുന്നത്. ശോധഗംഗ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, ഇതാരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻഫ്ലിപ് നെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻഫ്ലിപ് നെറ്റ് അണ്ടർ UGC കേട്ടോ. ഇൻഫ്ലിപ് നെറ്റ് അണ്ടർ UGC, ഇവരാണ് ശോധഗംഗ എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ എന്താണ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഡേറ്റാ ബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻഫ്ലിപ് നെറ്റ് അണ്ടർ UGC, അതാണ് ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ റിസോഴ്സ്? നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സാമ്പിൾ? വളരെ സിമ്പിൾ ആണ് അല്ലേ? ഏതാണ്? ബുക്ക് ആണ്. നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണ്? ബുക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട് ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന ഇലക്ട്രോണിക് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്താ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത് ഇല്ലേ? ബുക്ക്, ജേണൽ, അതേപോലെ തന്നെ എന്താണ് ഓൺലൈൻ ഡേറ്റാബേസ്, നമ്മളിപ്പോൾ പറഞ്ഞ ശോധഗംഗ, ഇതെല്ലാം എന്താണ്? റിസോഴ്സസ് ആണ് കേട്ടോ. നമുക്ക് അറിവ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. അപ്പൊ ശോധഗംഗ എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആണ്, അതും റിസോഴ്സസിൽ പെടുന്നതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അതേപോലെ തന്നെ LMS എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്, അതായത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. LMSന്റെ ഫുൾ ഫോം എന്താണ്? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഒന്നുമില്ല, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ ഇല്ലേ, അതാണ് LMSന് എക്സാമ്പിൾ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ സ്രോതസ്സുകൾ. എന്താണ് ഈ സാമൂഹ്യ സ്രോതസ് എന്ന് പറഞ്ഞാലും എന്താണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ സോഴ്സാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അതിനകത്ത് ഏതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്? മ്യൂസിയം ആണ് ഇല്ലേ? മ്യൂസിയം. നമ്മൾ ഫീൽഡ് ട്രിപ്പിനൊക്കെ മ്യൂസിയത്തിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണിത് ഇല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മ്യൂസിയം, പിന്നെ പ്ലേസസ്. കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? പ്ലേസസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. പീപ്പിൾ, പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിതിൻ എ കമ്മ്യൂണിറ്റി, അതാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസോഴ്സസ്. ഇവർ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യനാകാം, പീപ്പിൾ ആകാം, അതേപോലെ തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്ന ബാങ്ക്, ഇതെല്ലാം എന്താണ്? കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ്. ഓക്കെ, പിന്നെന്താണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, ഇതെല്ലാം എന്താണ്?
കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ്, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇല്ലേ. അതേപോലെ തന്നെ പ്ലേസസ്, ഇപ്പം മ്യൂസിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പാലസിലേക്കാണ് പോകുന്നതെങ്കിൽ ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാറില്ലേ, എക്സ്കർഷനൊക്കെ പോകാറില്ലേ ഇല്ലേ, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പീപ്പിൾ, പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേറ്റീവ് അസസ്മെന്റ് ഈസ് ഓൾസോ നോൺ എസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റിനെ നമ്മൾ എങ്ങനെയും വിളിക്കും അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇത് പലർക്കും തെറ്റാറുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെ നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാണ്. അപ്പോൾ FOR അതിലുണ്ട്. അപ്പോൾ FOR അതെന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ആണെന്ന് കണക്ട് ചെയ്യാലോ, മറക്കത്തില്ലല്ലോ ഇനി. അപ്പോൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതെന്താണ് ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസ് ലേണിംഗ് ഡ്യൂറിങ് ദി ടീച്ചിങ് പ്രോസസ്സ് ഇല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ഇവാലുവേറ്റിംഗ് ദ സ്റ്റുഡൻസ് ലേണിംഗ് ഡ്യൂറിങ് ദ ടീച്ചിങ് പ്രോസസ്സ്. ടീച്ചിങ് പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എക്സാമ്പിൾസും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ക്വിസ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെ, ഫോർമേറ്റീവ് ഇവാലുവേഷന് എക്സാമ്പിൾ ആണ്. പിന്നെ അസൈൻമെന്റ്, പോർട്ട്ഫോളിയോ, പ്രോജക്റ്റ് വർക്ക്, പിന്നെ അതേപോലെ തന്നെ പിയർ അസസ്മെന്റ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽസ്, അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അനക്ഡോട്ടൽ റെക്കോർഡ്, ഇതെല്ലാം എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റിന് ഉദാഹരണമാണ്, അല്ലെ ഫോർമേറ്റീവ് ഇവാലുവേഷന് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാം. റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്, അതേപോലെ ക്വിസ്, അസൈൻമെന്റ്, പ്രോജക്റ്റ് വർക്ക്, ഒബ്സർവേഷൻ, ടീച്ചറുടെ ഒബ്സർവേഷൻ, പിയർ അസസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ അടുത്തത് സമ്മേറ്റീവ് അസസ്മെന്റ്. അതുപോലെ അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് എപ്പോഴാണ് നടത്തുന്നത്? ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ് ആണ്. ഓക്കെ. ദെൻ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. എന്താണ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ്. FOR ആണെങ്കിൽ ഫോർമേറ്റീവ് ആണ്. ഇപ്പോൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഓക്കെ. സമ്മേറ്റീവ് അസസ്മെന്റ്. ദെൻ ഇത് എപ്പോഴാണ് നടത്തുന്നത്? ഒരു യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി കോഴ്സ് ആണ് എന്ത്? സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആ എൻഡ് ഓഫ് ദ കോഴ്സിലാണ് നമ്മൾ നടത്താറുള്ളത് അല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽപ്സ് ടു അസൈൻ ഫൈനൽ ഗ്രേഡ്. കുട്ടികളുടെ ഫൈനൽ ഗ്രേഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലേ. ഇതിനെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയും. ആനുവൽ എക്സാം, മിഡ് ടൈം എക്സാം, യൂണിറ്റ് എക്സാം, ഫൈനൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നാണ് തരുന്നതെങ്കിൽ, ഫൈനൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നൊരു എക്സാമ്പിൾ തരികയാണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ് കേട്ടോ. അല്ലാതെ ജസ്റ്റ് പ്രോജക്റ്റ് വർക്ക് എന്ന് മാത്രം തരികയാണെങ്കിൽ അത് ഫോർമേറ്റീവ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതേപോലെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെ സമ്മേറ്റീവ് അസസ്മെന്റിനുള്ള ഉദാഹരണങ്ങളാണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. ആനുവൽ എക്സാം, മിഡ് ടൈം, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. യൂണിറ്റ് ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, പിന്നെന്താണ് ഞാൻ പറഞ്ഞത്? ഫൈനൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ. അങ്ങനെ വന്നാലും ആ ഒരു എക്സാമ്പിൾ തന്നാലും ഏതാണ്? സമ്മേറ്റീവ് അസസ്മെന്റിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ എന്താണ്, വേറൊരു അസസ്മെന്റ് ഉണ്ട്, പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് നമുക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അല്ലെങ്കിൽ ഒരു ജോലിയിലായാലും പ്ലേസ്മെന്റ് കിട്ടുക. അതാണ് പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്ലേസ്മെന്റ് അസസ്മെന്റ്. ഓക്കെ. ഇനി ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് അല്ലെ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ റെമഡിയൽ ടീച്ചിങ്ങിന് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ പ്രീ ടെസ്റ്റ്. ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ബിഫോർ ടീച്ചിങ് ആണ് കേട്ടോ. ബിഫോർ ടീച്ചിങ് ആണ്. സമ്മേറ്റീവ് ആഫ്റ്റർ ടീച്ചിങ് ആണ്. ഫോർമേറ്റീവ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. അപ്പോൾ സമ്മേറ്റീവ് ആഫ്റ്റർ ലേണിംഗ് ആണ്. എന്നാൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബിഫോർ ലേണിംഗ് ആണ് കേട്ടോ. അത് ഓർത്തോണേ, ബിഫോർ ലേണിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് പ്രീ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ പ്രീ ടെസ്റ്റ് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ PRE പ്രീ ടെസ്റ്റ് എന്തിന് എക്സാമ്പിൾ എന്നാണെന്ന് ചോദിച്ചാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് എക്സാമ്പിൾ ആണെന്ന് ഓർക്കുക. ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഈസ്. അപ്പോൾ എനിക്ക് കമന്റിലും ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന്. ഓക്കെ. അപ്പോൾ ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമീസ് ഏതാണ്? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഏത് വരും മക്കളെ? ക്രിയേറ്റ് ആണ് ഇല്ലേ. ക്രിയേറ്റ് ആണ് ബ്ലൂംസ് ടാക്സോണമിയുടെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് എന്താണ്? ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അല്ലെങ്കിൽ എന്താണ്?
ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, 1956 ബെഞ്ചമിൻ എസ് ബ്ലൂമും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും ചേർന്ന് ഈ ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ 1956 അദ്ദേഹം അഫക്റ്റീവ് ഡൊമൈൻ ആണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് ആദ്യം കൊണ്ടുവന്നത്. പക്ഷെ ഈ 3 ഡൊമൈൻസിനെയും ചേർത്ത് ബ്ലൂമിന്റെ ടാക്സോണമി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അഫക്റ്റീവ് ഡൊമൈൻ കൊണ്ടുവന്നത് ക്രാത്തോൾ ആണ്. ഓക്കെ, ക്രാത്തോൾ ആണ്. പിന്നെ സൈക്കോമോട്ടോർ ഡൊമൈൻ കൊണ്ടുവന്നത് സിംസണും ഡാവയും ചേർന്നിട്ടാണ്. സിംസൺ ആൻഡ് ഡാവെ, സിംസണിൻ്റെതാണ് കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. കൊഗ്നിറ്റീവ് ഡൊമൈന് ബ്ലൂംസിൻ്റെത്, ബെഞ്ചമിൻ എസ് ബ്ലൂം. പിന്നെ അഫക്റ്റീവ് ഡൊമൈന് ബ്ലൂമും ക്രാത്തോളും ചേർന്നാണ്. സൈക്കോമോട്ടോർ ഡൊമൈൻ സിംസണും ഡാവയും ചേർന്നാണ്. സിംസണും ഡാവയും ഞാൻ അതിൻ്റെ ഇത് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. അപ്പം നമുക്ക് അതിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇല്ലേ, കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നോളജ് ഫീൽഡ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോളജ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു അറിവ് ലഭിക്കുന്നു, പിന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുമ്പോൾ കോംപ്രിഹെൻഷൻ ആകുന്നു. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനായി. ആപ്ലിക്കേഷന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും അനലൈസ് ചെയ്യാൻ കഴിയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു ന്യൂ പാറ്റേണിലേക്ക് മാറ്റുന്നു. അതിനെ സിന്തസിസ് എന്ന് പറയുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയ, ഇങ്ങനെ ക്രോഡീകരിച്ചൊരു പുതിയ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് സംഭവത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാതെ ജഡ്ജ് ചെയ്യാൻ കഴിയും. അതാണ് ഈ കൊഗ്നിറ്റീവ് ബ്ലൂമിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ റിവൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിവൈസ് ചെയ്തത് 2001 അതാരാ? ലോറിൻ ആൻഡേഴ്സണും ക്രാത്തോളും ചേർന്നിട്ടാണ് ഈ കൊഗ്നിറ്റീവ് ബ്ലൂം റിവൈസ് ചെയ്തത് കേട്ടോ. ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ. ഇനി അത് നോക്കിക്കേ. നോളജിന്റെ അവിടെ എന്തായി? റിമെമ്പർ ആയി. കോംപ്രിഹെൻഷന്റെ അവിടെ അണ്ടർസ്റ്റാൻഡ്. സോറി, സ്പെല്ലിങ് ടി അറിയാതെ അടിച്ചപ്പോൾ വന്ന് വീണതാണ്. ഇപ്പൊ അവസാന നിമിഷം ആയതുകൊണ്ട് തിരുത്താനൊന്നും നിന്നില്ല. കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡ്, ആപ്ലിക്കേഷൻ, അപ്ലൈ, അനാലിസിസ്, അനലൈസ്, സിന്തസിസ്, ഇവാലുവേറ്റ്, ഇവാലുവേഷൻ. അപ്പൊ സിന്തസിസിന്റെ ഭാഗത്ത് ഇവാലുവേറ്റ് ആയി. അത് ആദ്യത്തെ ടാക്സോണമിയുടെ ഇതിൽ കടന്ന് ഇവാലുവേഷൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സിന്തസിസ് പിന്നീട് എന്താണ്? ഇപ്പുറത്ത് താഴേക്കും വന്നിട്ട് അത് ക്രിയേറ്റ് എന്നുള്ളതുമായിട്ട് മാറി. ഓക്കെ, അപ്പൊ ആദ്യത്തെ കൊഗ്നിറ്റീവ് എന്ന് പറയുന്ന ഇതിൽ ആദ്യം എങ്ങനെയാണ്? നൗൺ ഫോമിലാണ്. ഇത് റിവൈസ്ഡ് വേർഷനിൽ അത് വെർബൽ ഫോമിലുമാണ് കിടക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഒന്നാമത്തേത് ഏതാണ്? അല്ലെങ്കിൽ 5th ലെവലിൽ ഏതാണ്? അല്ലേ, അല്ലെങ്കിൽ 4th ലെവലിൽ ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അതായത് കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിവൈസ്ഡ് തന്നിട്ട് അതിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം HSIയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ദ അഫക്റ്റീവ് ഡൊമൈനിൽ എന്തൊക്കെയാണ് വരുന്നത്? റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ്. ഇല്ലേ, റിസീവിങ്, റെസ്പോണ്ടിങ്, പിന്നെ എന്താണ്? വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. അത് ബ്ലൂമും ക്രാത്തോളും ചേർന്നിട്ടാണ് അഫക്റ്റീവ് ഡൊമൈൻ ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇനി നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിസീവിങ്. ഇപ്പോൾ ടീച്ചർ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. എന്നിട്ട് ആ റെസ്പോൺസിന് നമുക്കൊരു ടീച്ചർ നമ്മൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്തു? അതിനനുസരിച്ച് ആൻസർ പറഞ്ഞു. ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ടീച്ചർ നമ്മളെ അഭിനന്ദിച്ചു. ഇല്ലേ, അപ്പൊ നമ്മൾ അതിനൊരു വാല്യൂ കൊടുത്തു. അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു. അപ്പൊ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടി. അപ്പൊ നമ്മളുടെ ആ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? നമ്മൾ വാല്യൂ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? പിന്നീട് അതിനെ നമ്മളുടെ ഓരോ പെരുമാറ്റത്തിലും നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. അങ്ങനെ അത് ക്യാരക്ടറൈസേഷൻ ആയിട്ട് മാറുന്നു. നമ്മളുടെ ഒരു എന്താണ്? എല്ലാ പെരുമാറ്റങ്ങളിലും നമ്മൾ അതിനെ കൊണ്ടുവരുന്നു. മനസ്സിലായോ? അപ്പൊ ആ മൂല്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ നമ്മളുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് സിംസൺ ആണ് ഡെവലപ്പ് ചെയ്തത്. പലരും പല മാറ്റങ്ങളും കൊണ്ടുവന്നെങ്കിലും സിംസന്റെ ഈ ഒരു ഡൊമൈൻ ആണ്
എന്നാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു സ്കില്ല് അറ്റൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അവിടെ എന്തൊക്കെയാണ് നോക്കിക്കേ. ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ആരെങ്കിലും നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് മാനിപ്പുലേഷൻ, എന്നിട്ട് അതിനകത്ത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണിത്, അല്ലേ? അപ്പൊ അത് ആ രീതിയിൽ ആക്കിയെടുക്കുന്നു. എന്നിട്ട് പ്രിസിഷൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ കൃത്യപ്പെടുത്തുന്നു. അങ്ങനെ കൃത്യപ്പെടുത്തുന്നു. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെ അത് സ്ഥിരമായി അത് പിന്നെന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും അതിനെ എന്ത് ചെയ്യുക? നമ്മൾ പല കാര്യങ്ങളിലും ഉറപ്പിച്ച് നമ്മൾ ഇത് എപ്പോൾ അത് ചെയ്താലും ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പിന്തുടർന്നിട്ട് നാച്ചുറലൈസേഷൻ, നമ്മുടെ സ്വാഭാവിക ശൈലിയായിട്ട് അത് മാറുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നത് ഇല്ലേ, അത് നമ്മളെ ആദ്യം മറ്റൊരാൾ ചെയ്ത് കാണിക്കുന്ന, അല്ലെ ഡ്രൈവിങ് പഠിക്കുന്ന, അല്ലെ ബൈസൈക്കിൾ റൈഡിങ്, ഇതൊക്കെ ഒരാൾ നമ്മളെ കാണിച്ചു തരുന്നു. നമ്മൾ അതിനനുസരിച്ച് അത് കണ്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു ഇല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ഒരേപോലെ അല്ലേ. ഇപ്പൊ ഈ ചില പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇരുന്ന് പോകുന്നതാണ്. കാരണം എന്താ? അവർക്ക് അങ്ങനെ ബാലൻസ് ചെയ്ത്, അപ്പം അല്ലാണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ മറിഞ്ഞു വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടേതായിട്ടുള്ള ഒരു ശൈലി കണ്ടെത്തുന്നു. എന്നിട്ട് അതിനെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ എപ്പോഴും അവരെന്ത് ചെയ്യുന്നു? അതങ്ങ് കൃത്യപ്പെടുത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ വണ്ടി ഓടിക്കുന്നത്, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ എന്താണ്? അതിനുശേഷം എന്താണ്? എപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയാലും അവർ അങ്ങനെ ഇരുന്നേ ഓടിക്കത്തുള്ളൂ. ഇനി ആരുടെ വണ്ടി കൊടുത്തെന്ന് പറഞ്ഞാലും അവരങ്ങനെ ഇരുന്നേ ഓടിക്കുന്നു ഇല്ലേ. പിന്നീട് അതെന്താണ്? അവരുടെ സ്വാഭാവിക ശൈലിയായിട്ട് അത് മാറുന്നു. ഇതാണ് ഈ ഒരു സ്കിൽ അറ്റൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സൈക്കോമോട്ടോർ ഡൊമൈനിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് ഇനി ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അബ്സ്ട്രാക്ട് തിങ്കിങ് ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ. ഇത് നമ്മളുടെ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ. എവിടെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആദ്യം വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ലോജിക്കൽ തിങ്കിങ്ങിന് കുറെ കൂടി ഉയർന്ന ഒരു ചിന്താ തലമാണ്. എന്ന് വെച്ചാൽ എന്താണ്? കാണാനോ കേൾക്കാനോ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, വസ്തുനിഷ്ഠമല്ലാത്ത, മീൻസ് നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ തൊട്ടറിയാനൊന്നും പറ്റാത്ത, കൺമുന്നിൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ആരംഭിക്കുന്നത്. പിയാഷയുടെ സ്റ്റേജസ് നിങ്ങൾക്കറിയാം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ഏജ് 0 to 2 ആണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ലേ. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ്, റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ സെൻസറി മോട്ടോർ സ്റ്റേജിനെ വീണ്ടും 6ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് രണ്ടാമത്തത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് 2 to 7 ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 ആണ്. സിംബോളിക് തിങ്കിങ് ഒക്കെ ഏകദേശം വരുന്നത് ഈ ഒരു ഇതിലാണ് ഇല്ലേ, 2 to 7. ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട്. അത് നമുക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജും ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും. അപ്പൊ 2 to 7 2 to 4 ആണ് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. പ്രീ കൺസെപ്ച്വൽ എന്ന് പറയുമ്പോഴത്തേക്കും ആശയദാനം നടക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് 2 to 4. പിന്നെന്താണ്? 4 to 7 എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്, അതായത് ഊഹന ഘട്ടം എന്ന് മലയാളത്തിൽ പറയും, ഭൂതോദയ ഘട്ടം. അതായത് പാസ്റ്റിലെയും പ്രസന്റിലെയും അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലെ ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ കഴിയുക. ആ സ്റ്റേജിലേക്ക് കുട്ടി എത്തുന്നതാണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ 2 തരംതിരിവാണ്. ഒന്ന് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് 2 to 4, പിന്നെ എന്താണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് 4 to 7. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അപ്പോൾ ഈഗോ സെൻട്രിസം ഒക്കെ വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കേട്ടോ. ഈഗോ സെൻട്രിസം, ആനിമിസം, സചേതന ചിന്ത എന്ന് പറയത്തില്ലേ, ആനിമിസം, പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വയസ്സ് എത്രയാണ്? 7 to 11 ആണ് അല്ലേ. 7 to 11 ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നു. അത് ലോജിക്കലി തിങ്ക് ചെയ്യുന്നത് എന്താണ്? കോൺക്രീറ്റ് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് കുട്ടിക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ കഴിയുന്നത്. അബ്സ്ട്രാക്ട് തിങ്കിങ് അതിന്റെ അടുത്ത ഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പ്രത്യേകതകൾ കുട്ടി കാണിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്താണ്? റിവേഴ്സിബിലിറ്റി, അതേപോലെ തന്നെ കൺസർവേഷൻ, പിന്നെന്താണ്? സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടി കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്
എന്താണ് ഉയർന്നതെല്ലാം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അത് 11 ആൻഡ് എബവ് 11 വയസ്സ് അതിന് മുകളിലോട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, ഡിഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പിയാഷെയുടെ എന്താ ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പിയാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരുടേതാണ്? പിയാഷയുടെ, ജീൻ പിയാഷെ ആണെന്ന് അറിയാം അല്ലേ? അതേപോലെ തന്നെ എന്താണ് സ്കീമ, പിയാഷയുടെ ഒരു എന്താണ് പിയാഷയുടെ ഒരു ഇതാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കീമ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഫ്രെയിംവർക്കാണ്. സ്കീമ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഫ്രെയിംവർക്കാണ്, അതായത് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് സ്കീമ. അപ്പോൾ ഇതൊരു മെന്റൽ ഫ്രെയിംവർക്കാണ്, അല്ലെങ്കിൽ മെന്റൽ സ്ട്രക്ചർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് കോൾഡ് സ്കീമ. ഓക്കെ, ഇനി അസിമിലേഷനും അക്കോമഡേഷനും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ്. ആഡിങ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ ഈസ് കോൾഡ് അസിമിലേഷൻ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് സ്കീമ ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷൻ. നമ്മുടെ നിലവിലെ സ്കീമയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു, നവീകരണം സംഭവിക്കുന്നു, അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ആഡിങ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് സ്കീമ ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷൻ. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ പിയാഷയുടെ സ്റ്റേജസ് ഏകദേശം ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഹൂ പ്രപ്പോസ്ഡ് 3 മോഡ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയില്ല. 3 മോഡ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ചിലപ്പോൾ മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ എന്നായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക. മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടെയെന്ന് അറിയാമോ? ജെറോമസ് ബ്രൂണറിൻ്റെതാണ് കേട്ടോ. ജെറോമസ് ബ്രൂണർ, അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അറിയാലോ എന്തൊക്കെയായിരുന്നു? ഇനാക്റ്റീവ് സ്റ്റേജ്, പിന്നെ ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പം പ്രവൃത്തിയിലൂടെ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെന്താണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചിത്രങ്ങളിലൂടെ അല്ലെ, ചിത്രങ്ങൾ എന്താ വരയ്ക്കാനും അല്ലെങ്കിൽ മനസ്സിലുള്ള രൂപങ്ങളൊക്കെ ചിത്രങ്ങളിലേക്ക് ആക്കാനും ഒക്കെ കുട്ടി എന്താണ് പഠിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ എന്താണ് ഒരു കിളിയെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കിളിയൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്ന ഘട്ടമാണ് അല്ലേ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്, ബിംബന ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അടുത്തതാണ് സിംബോളിക് സ്റ്റേജ്. അതെന്താണ്? സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ബ്രൂണറിന്റെ 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷനിൽ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഉയർന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിംബോളിക് സ്റ്റേജ് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പിന്നെ ബ്രൂണറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതേപോലെ ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം ഇല്ലേ? അപ്പോൾ എന്താണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രൂണറിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലൊക്കെ ഇല്ലേ? ആശയദാന മാതൃക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെക്കഗ്നൈസിംഗ് ബി ആൻഡ് ഡി ആസ് ഡിഫറെന്റ് ലെറ്റേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താണ്? ബിയും ഡിയും ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണെന്ന് തിരിച്ചറിയുന്നു, കുട്ടി തിരിച്ചറിയുന്നു. ഇത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് കാര്യത്തിന് എക്സാമ്പിൾ ആണ്? ഏത് ലേണിങ്ങിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ അറിയാം ഇത് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗാഗ്നയുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ഇല്ലേ? ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗാഗ്നെ 8 തരത്തിലുള്ള പഠന രീതികളാണ് അദ്ദേഹത്തിന്റെ ശ്രേണിയിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? ഏറ്റവും ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഓർഡർ അനുസരിച്ചാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കാം ഏതൊക്കെയാണെന്ന്. 1 സിഗ്നൽ ലേണിംഗ്, 2 സ്റ്റിമുലസ് റെസ്പോൺസ്, ട്രെയിനിങ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ഓർ പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. ഇവിടെ സിഗ്നൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെന്ന് പറയും. കാര്യം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു സിഗ്നലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അതാണ്. അപ്പോൾ ഇവിടെ ഒരു സൂചനാ പഠനം, അതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഈ ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞെട്ടും ഇല്ലേ? അങ്ങനെ പേടിക്കും. അപ്പോൾ അത് സിഗ്നൽ ലേണിംഗിന് ഉദാഹരണമാണ്. ഇനി സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ട്രയൽ ആൻഡ് എററും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണെന്ന് പറയാം. ഇവിടെ എന്താണ്? ഒരു സ്റ്റിമുലസിനനുസരിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദാഹരണം പറയാനാണെങ്കിൽ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ട് ഇന്ന് വിഷ് ചെയ്യുന്നത് ഇല്ലേ? അത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു പ്രതികരണമാണ്. ഒരു സ്റ്റിമുലസ് കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിച്ചെടുക്കുന്നു. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ചെയിനിങ് എന്ന് പറയുമ്പോൾ മുൻപ് പഠിച്ച പല കാര്യങ്ങളെയും ക്രമത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പം റൈഡിങ് എ ബൈസൈക്കിൾ ഇല്ലേ, അല്ലെങ്കിൽ ഷൂവിന്റെ ലേസ് കിട്ടുന്നത്, ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഹോളിനകത്തേക്ക് അത് ഇടാൻ പഠിക്കുന്നു, പിന്നീട് അതിന്റെ ക്രമത്തിൽ നമ്മൾ ഇടാൻ ശീലിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയിനിങ്ങിന് ഉദാഹരണമാണ്. ഓക്കെ, ശൃംഖലനം എന്ന് മലയാളത്തിൽ പറയും. അടുത്തത് വെർബൽ അസോസിയേഷൻ ആണ്. വെർബൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലിങ്കിങ് വേർഡ്സ്. അപ്പോൾ വേർഡ്സുകൾ, പദങ്ങളെ എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ പദ്യം പഠിക്കത്തില്ലേ, അതങ്ങനെ പല പദങ്ങളെ ലിങ്ക് ചെയ്ത് പറയാൻ പഠിക്കുന്നതാണ് എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടത്. അപ്പോൾ കാര്യങ്ങളെ അറിയാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് ബോള് എന്ന് പറയുമ്പോൾ കുട്ടി ഇപ്പോൾ ഒരു ബോക്സിനകത്ത് കുറേ കളറിലെ ബോൾ ഇട്ടിരിക്കുന്നു, അതിൽ നിന്ന് കുട്ടിയോട് ഒരു ഓറഞ്ച് ബോൾ എടുക്കാൻ പറഞ്ഞ കുട്ടി ആ ഓറഞ്ച് കളറിലെ ബോൾ തന്നെ എടുക്കും. അപ്പോൾ അത് കുട്ടി കാര്യങ്ങൾ തിരിച്ചറിയാൻ പഠിച്ചു. അതിനകത്ത് പല കളറുണ്ട്, അതിൽ നിന്ന് ഓറഞ്ച് എന്ന കളർ തിരിച്ചറിയാൻ പഠിക്കും. അപ്പോൾ ക്രയോണിലെ കളർ തിരിച്ചറിയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സാമ്പിൾ ഇട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ ഡി, ബി ഇതൊക്കെ തിരിച്ചറിയാൻ ചില കുട്ടികൾ ബി എഴുതാൻ പറഞ്ഞാൽ ഡി തന്നെ ബി എഴുതാതെ ഡി എഴുതുന്നവരുണ്ട് ഇല്ലേ, കുറച്ച് മുതിർന്നിട്ടായാലും. അപ്പോൾ ഇത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. ദെൻ അടുത്തതാണ് കൺസെപ്റ്റ് ലേണിംഗ്. കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കോമൺ ഫീച്ചേഴ്സ്, എന്തിൻ്റെയെങ്കിലും കോമൺ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിനെയാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ് ഇല്ലേ, അപ്പോൾ ആ ഫ്രൂട്ട്സ് എന്ന കോൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കുന്നു. അല്ലെ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ്, അതൊക്കെ ഓരോ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ധാരണ കുട്ടിയിലെത്തുന്നതിനെയാണ് അത് പഠിക്കുമ്പോൾ എന്തായി കുട്ടി ഒരു കോൺസെപ്റ്റ് ലേണിംഗ് കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയാം. നെക്സ്റ്റ് റൂൾ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് റൂൾ എന്ന് പറഞ്ഞാൽ? കമ്പൈൻ 2 or more കോൺസെപ്റ്റ്. എന്ത് ചെയ്യുന്നു? 2 അതിലധികമോ കോൺസെപ്റ്റുകളെ കമ്പൈൻ ചെയ്യാൻ പഠിക്കുമ്പോൾ അതെന്തായി? കമ്പൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് റൂൾ ഓർ പ്രിൻസിപ്പിൾ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെറ്റൽ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്, എക്സ്പാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ മെറ്റൽ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 അതിലധികമോ കോൺസെപ്റ്റുകളെ നമ്മൾ മീനിങ് ഫുള്ളി അവതരിപ്പിക്കണം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റില്ല. എന്താണ്? മീനിങ് ഫുള്ളി അവതരിപ്പിക്കുമ്പോൾ അതൊരു റൂളായി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആണ്, തത്വം ഫോം ചെയ്യുന്നു എന്ന് പറയാം ഇല്ലേ. അടുത്തതാണ് ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ 8ാമത്തതാണ് ഇത്, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് ഓക്കെ ആണോ? അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച റൂൾസോ കോൺസെപ്റ്റ്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു സൊല്യൂഷനെ സോൾവ് ചെയ്യുമ്പോൾ അതെന്താണ്? പ്രോബ്ലം സോൾവിങ് ആയി. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം എണ്ണൽ സംഖ്യകൾ പഠിക്കുന്നു, പിന്നീട് ഗുണന പട്ടിക പഠിക്കുന്നു. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാത്സിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മുൻപ് പഠിച്ച കാര്യങ്ങൾ, റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്സിന്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗാഗ്നയുടെ പഠന ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് ഇത് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ദെൻ അടുത്തത് നോക്കിക്കേ, അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ആർ പ്രസന്റഡ് എപ്പോഴാണ് പ്രസന്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഡ്യൂറിംഗ് ദ ലെസൺ, ആഫ്റ്റർ ദ ലെസൺ, ബിഫോർ ദ ലെസൺ, അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ്. എപ്പോഴായിരിക്കും? ആൻസർ ബിഫോർ ദ ലെസൺ ആണ്. ഏതാണ്? ബിഫോർ ദി ലെസൺ ആണ്. അപ്പൊ അഡ്വാൻസ് ഓർഗനൈസർ എപ്പോഴാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ പഠനം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ആരുടെ കോൺസെപ്റ്റ് ആണ്? ഡേവിഡ് ഓസ്വെലിന്റെ കോൺസെപ്റ്റ് ആണ് അല്ലേ. ഡേവിഡ് ഓസ്വെലിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ ആണ് അല്ലേ. ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ പ്രസന്റഡ് ബിഫോർ ദി ലെസൺ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ പ്രസന്റഡ് ബിഫോർ ദി ലെസൺ. അപ്പോൾ ഇവിടെ ഇതിന്റെ ഏറ്റവും ഓസ്വെലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കുക. അതായത് മീനിങ് വെർബൽ ലേണിംഗ് എന്നുള്ള തിയറി ആരുടേതാണ്? ഡേവിഡ് ഓസ്വെലിൻ്റെതാണ്. മീനിങ് വെർബൽ ലേണിംഗ്, അതായത് അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം എന്നും മലയാളത്തിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മീനിങ് വെർബൽ ലേണിംഗ്, ഇതിനെ നമ്മൾ അദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള ലേണിംഗ് 2 തരമാണ്. ഒന്ന് മീനിങ് വെർബൽ ലേണിംഗ്, അർത്ഥപൂർണ്ണമായിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രയർ നോളജുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അതായത് പ്രീവിയസ് നോളജിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രീവിയസ് നോളജ് ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്തിട്ടാണ് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതാണ് മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനെ
ചിലപ്പോൾ എക്സ്പോസിറ്ററി ലേണിംഗ് എന്നും പറയാറുണ്ട്. എന്താണ് എക്സ്പോസിറ്ററി ലേണിംഗ് എന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പോസിറ്ററി ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? റിസപ്ഷൻ ലേണിംഗ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ തിയറി. അതും എന്താണ്? റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ എക്സ്പോസിറ്ററി ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഈ മീനിങ് വെർബൽ ലേണിംഗിന്റെ മറ്റു പേരുകളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് സബ്സംഷൻ തിയറി. സബ്സംഷൻ തിയറി എന്ന് പറയും. സബ്സംഷൻ തിയറി ആരുടേതാണെന്ന് ചോദിച്ചാലും ആരുടേതാണ്? ഡേവിഡ് ഓസ്ബലിൻ്റെതാണ് കേട്ടോ. ഉൾച്ചേർക്കൽ സിദ്ധാന്തം എന്ന് പറയും. അതായത് നമ്മളുടെ അറിവ് എങ്ങനെയാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എന്താണ് കണക്ട് ചെയ്യുന്നത്, ഉൾച്ചേർക്കുന്നത് ഒരു പ്രോസസ്സ് ഉണ്ട്. ചില പ്രോസസ്സുകളിലൂടെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ സബ്സംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, ഇത്രയും മനസ്സിലാക്കി വെക്കുക. ദെൻ അപ്പോൾ ഇവിടെ ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. ഈ അഡ്വാൻസ് ഓർഗനൈസർ രണ്ട് രീതിയിലുള്ളതാണ് ഓസ്ബൽ പറയുന്നത്. ഒന്ന് എക്സ്പോസിറ്ററിയും ഒന്ന് കമ്പാരിറ്റീവും. എക്സ്പോസിറ്ററി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം, വിശദീകരിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക. എന്താണ്? വിശദീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ്. അപ്പോൾ ഒരു പാഠം എന്താണ് പഠിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മളൊരു ലെസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത് പ്രയർ നോളജിനെ പുതിയ നോളജുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വിവരങ്ങൾ മുൻപേ കുട്ടികളെ എന്ത് ചെയ്യും? വിശദീകരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് പാഠം അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് അത് എളുപ്പം. അപ്പൊ അവിടെ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ പ്രയർ നോളജിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഓസ്ബൽ പറഞ്ഞിരിക്കുന്നത്. ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു പ്രയർ നോളജ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തത് കമ്പാരിറ്റീവ് ഓർഗനൈസർ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. നമുക്കൊരു കാര്യം പഠിപ്പിക്കാൻ പല രീതികളിൽ കുട്ടികളെ പഠിപ്പിക്കാം. അതായത് ഇനി കമ്പാരിറ്റീവ് ഓർഗനൈസറിനകത്ത് എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗാന്ധിജിയുടെ കൺസെപ്റ്റ് കുട്ടിയെ നമ്മൾ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഗാന്ധിജിയെ കുറിച്ച് കുട്ടികൾക്ക് ഏകദേശ ധാരണയുമുണ്ട്. ഇനി നെൽസൺ മണ്ടേലയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഗാന്ധിജിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നെൽസൺ മണ്ടേലയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാം. മനസ്സിലായോ? വേറെ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പം മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ വെച്ചുകൊണ്ട് എന്താണ് പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക. അതാണ് എന്താ കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ നിങ്ങൾ ഓസ്ബലിന്റെ കാര്യം ഓർക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഈ ഓസ്ബലിന്റെ ഈ മീനിങ് വെർബൽ ലേണിംഗുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ ഓസ്ബലിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. ഓക്കെ, പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. അതുപോലെ ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അതും ഓസ്ബലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്നാണ്. അപ്പോൾ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ ചോദിക്കാം. അതും ഓസ്ബലിന്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്തതാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് എന്താണ് മോട്ടീവ്സ്. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് മോട്ടീവ്സ് ഈസ് ഏതാണ്? മറ്റൊരാളിന്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അത് ഏത് ഇന്റലിജൻസ് ആണെന്നാണ് ചോദ്യം. ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ഇൻട്രാ പേഴ്സണൽ? ഇൻട്രാ പേഴ്സണൽ വൺസ് ഓൺ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ എന്നല്ല. എനിക്ക് അവിടെ തെറ്റുപറ്റി. അവനവന്റെ. ഓക്കെ, അപ്പോൾ സ്വന്തം ഇമോഷൻസും മോട്ടീവ്സും തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്? ഇൻട്രാ പേഴ്സണൽ ആണ് കേട്ടോ. ഇനി നോക്കുക, നമ്മുടെ ആരുടേതാണ്? ഹവാർഡ് ഗാർഡനറിൻ്റെതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറി. ഹവാർഡ് ഗാർഡനറിൻ്റെതാണ്. അപ്പോൾ ഇദ്ദേഹം 1983 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഒരു 9 തരത്തിൽ, ആദ്യം ഇദ്ദേഹം 7 തരത്തിലെ ഇന്റലിജൻസ് കുറിച്ച് പറഞ്ഞു. പിന്നീട് 2 കൂടി അദ്ദേഹം ആഡ് ചെയ്തു. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് എഫക്റ്റീവ്ലി. അത് ആർക്കൊക്കെയാണ്? നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ലെവലിലാണ് സാധാരണ ഇവിടുന്ന് ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ വരാറുള്ളത്. അതായത് പോയറ്റ്സ്, റൈറ്റേഴ്സ്, ടീച്ചേഴ്സ് ഇവർക്കൊക്കെ ഉള്ളതാണ് ഭാഷ അനായാസം ഉപയോഗിക്കാനുള്ള കഴിവ്. അതാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അധികമുള്ളവർക്കാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അല്ലേ? ടീച്ചേഴ്സിനൊക്കെ അതുണ്ട്. അടുത്തത് എന്താണ്? ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു റീസൺ അല്ലെങ്കിൽ തിങ്ക് ലോജിക്കലി. അത് ആർക്കൊക്കെയാണ്? ഇപ്പൊ സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, പിന്നെ അതേപോലെ തന്നെ മാത്തമാറ്റീഷ്യൻസ്, അക്കൗണ്ടൻസ് ഇവർക്കൊക്കെയാണ് ഈ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളത് ഇല്ലേ? പിന്നെന്താണ്? സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എബിലിറ്റി ടു വിഷ്വലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്പേസ് ആൻഡ് ഫോം. എന്താണ്? സ്പേസ് ആൻഡ് ഫോം
ഡിഫറെന്റ് മോഡൽസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ആർക്കിടെക്ട്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റ്, ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ശില്പികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ ഡിസൈനേഴ്സ് തുടങ്ങിയവരിലൊക്കെ ഉള്ളതാണ് ഇത് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, താളാത്മക ബുദ്ധി എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ടു സൗണ്ട്, റിതം, ടോൺസ്, അതൊക്കെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിംഗേഴ്സിന്, മ്യൂസിക്കൽ കമ്പോസേഴ്സിനൊക്കെ ഉള്ളതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ എന്താണ് ബോഡിലി കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ശരീരത്തെ അനായാസന ചലിപ്പിക്കാനുള്ള ശേഷിയാണ്. അപ്പൊ എബിലിറ്റി ടു മൂവിങ് ബോഡി ഈസിലി, അത് ഡാൻസേഴ്സ്, അത്ലറ്റ്സ്, പിന്നെന്താണ് സർക്കസുകാര്, സർജൻ, അതും വരും കേട്ടോ. സർജൻ, കാരണം സർജൻ പെട്ടെന്ന് കൈക്ക് എന്താണ് പെട്ടെന്ന് അനായാസന ചലിപ്പിക്കാൻ പറ്റിയെങ്കിൽ ഓപ്പറേഷൻ നല്ല എഫക്റ്റീവ് ആയിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുക, മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെ മനസ്സിലാക്കാൻ ശേഷിയുള്ളതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരെന്ന് പറയുന്നത്. ദെൻ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അണ്ടർസ്റ്റാൻഡിങ് വൺ സെൽഫ് ഇമോഷൻ, നമ്മുടെ തന്നെ ഇമോഷൻസ്, അവനവന്റെ തന്നെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് അങ്ങനെ അത് മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയും. ഇന്റർ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫിലോസഫേഴ്സ്, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയവർക്കൊക്കെ ഉള്ളതാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ദെൻ അടുത്തതെന്ന് പറയുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ, എന്താണ് പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക, ഇല്ല പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക, പ്രകൃതിയെ നിരീക്ഷിക്കുക, പക്ഷികളെ നിരീക്ഷിക്കുക, മൃഗങ്ങളെ നിരീക്ഷിക്കുക, ഇതൊക്കെയാണ്. അപ്പൊ അത് ഫാർമേഴ്സ്, കർഷകര്, ഫ്ലോറിസ്റ്റ്, പിന്നെ അതേ എന്താണ് പൂക്കളുടെ ഇത് നടത്തുന്ന പൂ കർഷകര്, അതല്ലെങ്കിൽ എന്താണ് സസ്യപരിപാലനം, പിന്നെന്താണ് പെറ്റ്സിനെയൊക്കെ വളർത്താറില്ല, അങ്ങനെയൊക്കെ ഉള്ളവര്, പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ, ഇവരിലൊക്കെ ഉള്ളതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരെണ്ണമാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻസ്, എന്താണ് ഞാൻ ആരാണ്, എൻ്റെ ജന്മ ഉദ്ദേശം എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരം കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് അവരെന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്ത്, ഈ സന്യാസിമാരൊക്കെ ഇല്ല, അവര് ഫിലോസഫേഴ്സിനും ഇതൊക്കെ പറയാൻ പറ്റും. അതൊക്കെയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസിന് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗാഗ്നെ തന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, MI എന്ന് ചില ഷോർട്ട് ഫോമിൽ പറയാറുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയില് ഒരു ബുദ്ധിയല്ല ഒരുപാട് ഘടകങ്ങൾ, ഒത്തിരി ബുദ്ധികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ രണ്ട് ബുദ്ധികളും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ബുദ്ധിയായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലുമാണ്. ഈ ഇന്റർ പേഴ്സണലിനെയും ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിനെയും ചേർത്ത് നമ്മൾ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. വ്യക്തിപര ബുദ്ധി എന്നാണ് പറയുന്നത്. എന്താണ് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്രയുമാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. പിന്നെ വൈഗോട്സ്കിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇടാൻ മറന്നുപോയി. അപ്പോൾ വൈഗോട്സ്കിയുടെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം ജസ്റ്റ്. വൈഗോട്സ്കി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഉപജ്ഞാതാവാണെന്ന് അറിയാലോ അല്ലേ. സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി വൈഗോട്സ്കിയുടേതാണ്. ആരുടേതാണ്? സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി. പിന്നെ അതേപോലെ തന്നെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ്. അറിയാലോ ZPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് എന്താണ് സ്വന്തം കഴിവനുസരിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു തലമുണ്ട്. ഇതിനെ കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് വിളിക്കും. ഇനി എന്താണ്, മറ്റൊരാളുടെ സഹായത്തോടെ എത്തിച്ചേരാൻ കഴിയുന്ന ഉയർന്ന ഒരു ലെവലുണ്ട്, അതിനെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് വിളിക്കും ഇല്ലേ. ഈ രണ്ട് ലെവലിനും, കറണ്ട് എബിലിറ്റി ലെവലിനും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന് വിളിക്കുന്നത് ഇല്ലേ. പിന്നെ MKO, മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ്. ഓക്കെ, സ്കഫോൾഡിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് MKO എന്ന ഇതിട്ടാണ്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയം വൈഗോട്സ്കിയുടേതായിട്ടാണ് നമ്മൾ പറയുന്നത്. സ്കഫോൾഡിംഗ് എന്നുള്ള വാക്ക്, ആ ഒരു ടേം ആദ്യമായിട്ട് കോയിൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രൂണറാണ് കേട്ടോ. സ്കഫോൾഡിംഗ് എന്നുള്ള ടേം ആദ്യമായിട്ട് കോയിൻഡ് ചെയ്തത് ബ്രൂണറാണ്. സ്കഫോൾഡിംഗ് എന്നുള്ള ആശയം വൈഗോട്സ്കി പറഞ്ഞത് MKO എന്ന പേരിട്ടാണ്. പക്ഷെ നമ്മൾ പൊതുവെ എന്താണ് സ്കഫോൾഡിംഗ് വൈഗോട്സ്കിയുടെ ആശയമായിട്ടാണ് പറയുന്നത്. അപ്പൊ MKO എന്ന് പറഞ്ഞാൽ മോർ നോളജബിൾ അതർ, കുട്ടിയെക്കാട്ടിൽ അല്പം കൂടി എന്തെങ്കിലും കാര്യത്തിന് അറിവ് കൂടുതലുള്ള മാതാപിതാക്കളായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, പിയർ ആയിക്കോട്ടെ, ആരാണെങ്കിലും വ്യക്തിയെക്കാട്ടിൽ അറിവ് കൂടുതലുള്ള ആളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? MKO എന്ന് വിളിക്കും. ഓക്കെ, ദെൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഭാഷയാണ് ചിന്തയ്ക്ക് ആധാരം എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അദ്ദേഹം പറയുന്ന ലാംഗ്വേജിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആണ് ഭാഷയാണ് ചിന്തയ്ക്ക് ആധാരം. ഓക്കെ, അപ്പൊ കുട്ടി സംസാരിച്ചുകൊണ്ട്
എന്ത് ചെയ്യുന്നു, ചിന്തിക്കാൻ പഠിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള അത്രയും പേരുടെയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അസസ്മെന്റ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തി. അപ്പോൾ ഏകദേശം പ്രധാനമായിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 90-ാം മണിക്കൂറിലാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വൈകിയ വേളയിലാണെങ്കിൽ പോലും ഞാനിത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കേൾക്കുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇയർഫോണൊക്കെ വെച്ചിട്ടായാലും നിങ്ങളത് കേട്ടോണ്ട് കിടക്കുക. സെറ്റായിട്ട് നാളെ പരീക്ഷയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങളെക്കാട്ടി ടെൻഷനാണ് എനിക്കിപ്പോൾ. എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ ഈ പ്രയത്നം, എൻ്റെ ഈ ഇന്ത്യൻ ലെസൺ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയുള്ള ഈ പ്രയത്നം എല്ലാവരിലെയും വിജയപഥത്തിൽ എത്തിക്കട്ടെ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എന്താ പറയണ്ടേ അറിയാൻ വയ്യ. അപ്പോൾ നാളെ എക്സാം എഴുതിയിട്ട് എല്ലാവരും വന്ന് വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക. ഈ 3-4 ദിവസം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഇനിയുണ്ട്, LP UP വരുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എല്ലാവർക്കും കിട്ടട്ടെ, ആർക്കും കിട്ടാതിരിക്കത്തില്ല, എല്ലാവർക്കും കിട്ടട്ടെ, HS കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ബാക്കി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അറിയാലോ, സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം നാളെ എക്സാം സെറ്റായിട്ട് എഴുതിയിട്ട് വരിക, സന്തോഷത്തോടെ വരിക, കമൻ്റ് ഇടുക, അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, ഉപകാരപ്പെട്ടോ എന്നൊക്കെയുള്ളത് കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ.